ഖുർആൻ മനുഷ്യനോട് അഭിസംബോധന ചെയ്യുന്നതിലൊക്കെ അല്ലയോ മനുഷ്യൻ വേർതിരിവില്ലാതെ ഭേദാഭിത്വമില്ലാതെ മതപരമായ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം. അതിൻ്റെ പ്രായോഗിക രൂപമാണ് ഖുർആൻ. ആ ഖുർആൻ മനുഷ്യനിലേക്ക് കടന്നു വന്ന ഇതിൻ്റെ അതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പരിശീലിക്കുന്ന മാസം കൂടിയാണ് ഈ റമദാൻ മാസം. അതുകൊണ്ടാണ് ലോകത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യ സമൂഹം തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആഹാര അന്നപാനീയങ്ങൾ ചില സമയത്തേക്ക് ക്രമീകരിച്ചുകൊണ്ട് ഉള്ളവരില്ലാത്തവരും കൂടി കൊടുക്കുവാനും പങ്കുവയ്ക്കുവാനും വേണ്ടിയാണ് ഈ റമദാൻ മാസത്തിൽ പരിശീലിക്കുന്നത്. ആ സൗഹൃദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മൾ. ഇത് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഒരു ഔദാര്യമായിട്ടല്ല വാങ്ങുന്നത്, നിങ്ങളുടെ അവകാശമാണ്. പടച്ച തമ്പുരാൻ അങ്ങനെ ഉള്ളവരോട് കൽപ്പിക്കപ്പെട്ടു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇല്ലാത്തവർ കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയും അതനുസരിച്ച് ഇവിടെ കുറേ നല്ല മനുഷ്യർ ഈ പള്ളിക്ക് വേണ്ടി തന്ന സംഭാവനയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് ഈ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അതിന് ജമാഅത്ത് ഒരു മീഡിയേറ്ററായി മാത്രം പ്രവർത്തിക്കുകയും ആ നമ്മുടെ കൗൺസിലർക്ക് ഇതിൽ ഒരാൾക്ക് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട സഹോദരി ശൈലിയെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അന്ധകാരത്തിലും അനാചാരത്തിലും അധാർമികതയിലും ആൾദൈവങ്ങളിലുമൊക്കെ 6-ാം നൂറ്റാണ്ടിൽ അധപ്പതിച്ച് കിടന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തിലെ ഏറ്റവും ഉത്തുംഗമായ ഒരു സംസ്കാരത്തിന് ഉടമയാക്കിയത് വിശുദ്ധമായ ഖുർആനായിരുന്നു. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശീലനം കൂടിയാണ്. തുല്യതയും നീതിബോധവുമാണ് ഖുർആൻ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത്. ഖുർആൻ്റെ അഭിസംബോധന തന്നെ യാ അയ്യുഹന്നാസ് എന്നാണ്. അല്ലയോ മനുഷ്യ സമൂഹമേ. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമെതിരായി മനുഷ്യൻ ഒന്നാകണമെന്നും ഏക ഇലാഹിനെ ആരാധിക്കണമെന്നുമാണ് ഖുർആൻ്റെ സൂക്തങ്ങളിലുടനീളം അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ഓരോ സൂക്തങ്ങളും അവസാനിക്കുമ്പോൾ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. ആ ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായി ഈ മേധാവിത്വവും മേലാളിത്വവുമില്ലാത്ത ഇന്ന് നാം കാണുന്ന വംശീയതയുടെയും വർഗീയതയുടെയും കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റഷ്യയും ഉക്രൈനും എന്തിൻ്റെ പേരിലാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവനും യുദ്ധത്തിനിരയാവുന്നതിനും എന്തിനു വേണ്ടി മരിക്കുന്നു എന്നറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഖുർആന് വലിയ പ്രശസ്തിയുണ്ട്. ആ കാലഘട്ടത്തിൽ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ പരിശീലനമാണ് ഇന്ന് ഓരോ മഹലിലും ഓരോ വിശ്വാസിയും ഈ ഇന്ന് നോമ്പിലൂടെ ആ പരിശീലനമാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വിശപ്പ് സഹിച്ചും വേദന അറിഞ്ഞും സഹജീവിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ഒരുപക്ഷെ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആ സക്കാത്തിൻ്റെ ഭാഗമായിട്ട് സദക്കയുടെ ഭാഗമായിട്ട് നമ്മുടെ മഹലിൽ നിർധരായിട്ടുള്ള ഏതാണ്ട് 300ഓളം കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ കിറ്റ് വിതരണം ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ വർഷവും മുൻകാലങ്ങളിൽ പല സ്പോൺസർമാരുണ്ടായിരുന്നുവെങ്കിലും അത് അവർ മറ്റുള്ള മേഖലയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം കമ്മിറ്റി അംഗങ്ങൾ തന്നെ മുൻകൈയെടുത്ത് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുകയും അതിൻ്റെ ഭംഗിയായി അത് നിർവഹിക്കുവാൻ ഒരു മാസക്കാലത്ത് നിർധർക്ക് ഭക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇത് നിർവഹിക്കുകയാണ്. ഇതിന് അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവരെയും അതോടൊപ്പം തന്നെ ഇത് വാങ്ങുന്നവരെ ഒരു അവകാശമാണ്, അത് അവർക്ക് ഔദാര്യമായി കൊടുക്കുന്നതല്ല. പടച്ച തമ്പുരാൻ ഉള്ളവനില്ലാത്തവന് കൊടുക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന അവരുടെ അവകാശം കൊടുത്തു തീർക്കുന്ന ബാധ്യത എന്ന നിലയിലാണ് ഞങ്ങളത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളിനും അതിന് അവകാശം നിഷേധിക്കുക എന്നുള്ളതല്ല, അവരെ കൂടെ നിർത്തുകയും ചേർത്ത് പിടിക്കുകയും എന്നുള്ളതാണ് മഹല്ല് കമ്മിറ്റികൾ ചെയ്യേണ്ടത്. അത് തീർച്ചയായും മാതൃകാപരമായി കൊല്ലം
എടപ്പാക്കട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നിറവേറ്റുകയാണ് ഈ പ്രവർത്തനം. നമസ്കാരം, പർപ്പിൾ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കടപ്പാക്കട മഹൽ കമ്മിറ്റി വർഷം തോറും നടത്തിവരുന്ന ധാന്യക്കിറ്റ് വിതരണം ഇന്ന് രാവിലെ ഡിവിഷൻ കൗൺസിൽ കൂടിയായ ഷൈനി ടി നിർവഹിച്ചു. ചടങ്ങിൽ പള്ളി കമ്മിറ്റി പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, മറ്റു തുടങ്ങിയ സഹപ്രവർത്തകരും പ്രവർത്തകരും പങ്കെടുത്തു. പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ, കൊല്ലം.